കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂരിലെ കൽപ്പവൃക്ഷം എവിടെയാണെന്ന് നോക്കാം. കൽപ്പവൃക്ഷം എന്താണെന്ന് ഏവർക്കും അറിയാമോ? അതായത് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുന്നതിനിടയിൽ ലഭിച്ച ഒരു ദിവ്യവൃക്ഷമാണ് കൽപ്പവൃക്ഷം. ദേവന്മാർ അത് ഇന്ദ്രലോകത്തിൽ നട്ടുപിടിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. എന്താഗ്രഹിച്ചാലും സാധിച്ചു തരുന്ന വൃക്ഷമാണ് കൽപ്പവൃക്ഷം. ഭാഗവത പുരാണം, വിഷ്ണു പുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഈ കൽപ്പവൃക്ഷത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. കൽപ്പവൃക്ഷത്തിൻ്റെ അനുഗ്രഹം തേടുന്നത് നാം ദൈവാനുഗ്രഹം സ്വീകരിക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഗുരുവായൂരിലെ കൽപ്പവൃക്ഷം എവിടെയാണെന്ന് നോക്കാം. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ താമരക്കണ്ണനുണ്ടല്ലോ, താമരക്കണ്ണൻ ഇരിക്കുന്നത് കൽപ്പവൃക്ഷ ചുവട്ടിലാണ്. ആ ചുവർ ചിത്രത്തിൽ നമുക്ക് താമരക്കണ്ണനെ കാണാം, ഒപ്പം കൽപ്പവൃക്ഷത്തെയും കാണാം. അപ്രകാരം നാം താമരക്കണ്ണനെ തൊഴുന്ന നേരത്ത് കൽപ്പവൃക്ഷത്തെ കൂടി തൊഴേണ്ടതാണ്. ആ കൽപ്പവൃക്ഷം സ്വർണം, മരതകം, പവിഴം, രത്നങ്ങൾ തുടങ്ങിയവയെല്ലാം വർഷിക്കുന്ന കൽപ്പവൃക്ഷമായിട്ടാണ് കാണപ്പെടുന്നത്. ആയതിനാൽ നാം താമരക്കണ്ണനെ തൊഴാൻ നേരത്ത് ഭഗവാനോടൊപ്പം കൽപ്പവൃക്ഷത്തെയും വന്ദിക്കാവുന്നതാണ്. ഒപ്പം കൽപ്പവൃക്ഷ ചുവട്ടിലിരിക്കുന്ന വെള്ള താമരയിലെ താമരക്കണ്ണനെ തൊഴുത് പ്രാർത്ഥിച്ച് ആഗ്രഹനിവൃത്തി വരുത്താവുന്നതാണ്. തീർച്ചയായും ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ടാകും. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.